തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ തെരുവുനായ ശല്യം ഉടൻ പരിഹരിക്കണമെന്ന പ്രതിപക്ഷം. വിഷയത്തിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ തർക്കമുണ്ടായി. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. തെരുവുനായ പ്രശ്നത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം വലിയ തർക്കമാണുണ്ടായത്. കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഈ വിഷയത്തിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. എന്നോടൊപ്പം പ്രതിപക്ഷ കൗൺസിലർ ജോൺ ഡാനിയലുണ്ട്. എന്താണ് നിലവിൽ തെരുവുനായ വിഷയത്തിൽ തൃശൂർ നഗരത്തിലെ സ്ഥിതി? എന്താണ് കൗൺസിൽ യോഗത്തിൽ നടന്നത്? ഇന്ന് കൗൺസിൽ യോഗത്തിൽ ഈ തെരുവുനായ്ക്കളുടെ സർവേയുമായി ബന്ധപ്പെട്ടുള്ളൊരു അജണ്ട പരിഗണിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം സർവേ അല്ല ഇതിനൊരു ശാശ്വതമായ പരിഹാരം. കാരണം നായ്ക്കളുടെ എണ്ണം എടുത്തുകൊണ്ട് പൊതുജനത്തിന് കിട്ടുന്ന കടിയുടെ എണ്ണം കുറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പൊതുവായ ആവശ്യമെന്ന് പറയുന്നത് നായ്ക്കളുടെ സാന്നിധ്യം തെരുവിൽ നിന്നില്ലാതാക്കലാണ്. ഈ നായ്ക്കളുടെ സാന്നിധ്യം തെരുവിൽ നിന്നില്ലാതാക്കിയാൽ, പൊതു ഇടങ്ങളിൽ നിന്നില്ലാതാക്കിയാൽ ജനങ്ങൾക്ക് കടിയേൽക്കുന്ന ഒഴിവാകും. അതിനുള്ള മാർഗമാണ് ഈ വന്ധീകരിച്ച് നായ്ക്കളെ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ തന്നെ കൊണ്ടുവിടുന്ന ഒരു പദ്ധതിയാണുള്ളത്. അതായത് നായ്ക്കളെ എവിടെ നിന്നാണോ പിടിച്ച് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവിടുന്നൊരു പദ്ധതിയാണ്. ഷെൽട്ടർ പരിപാടി നിലവിലില്ല. അപ്പോൾ ഷെൽട്ടർ ഹോമുകളാണ് ഇതിനൊരു ബദൽ നിർദ്ദേശമായി ഉയർന്നു വന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം പിന്നീട് വന്നത് സുപ്രീം കോടതി തന്നെ ഷെൽട്ടർ ഹോമുകൾക്ക് പ്രായോഗികമല്ലെന്നൊരു സമീപനം എടുത്തുകൊണ്ട് ഷെൽട്ടർ ഹോം നിർമ്മിക്കണമെന്ന തീരുമാനം പിന്നീട് റദ്ദാക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിലെ ഒരു സുപ്രധാന വിധി വന്നിരിക്കുകയാണ്. നായ്ക്കളെ വന്ധീകരിക്കാനായി പിടിക്കുന്നിടത്ത് തിരിച്ചു കൊണ്ടിടാതെ വന്ധീകരണം കഴിഞ്ഞാൽ പിന്നെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുക. അതൊരു പ്രായോഗികമായ സമീപനമാണ്. കാരണം അതിന് സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ എത്രയോ പണം വലിയ വികസന പദ്ധതികൾക്ക് കോടിക്കണക്കിന് രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവാക്കുന്നുണ്ട്, വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ച്. പക്ഷേ ജനങ്ങൾക്ക് കടിയേൽക്കുന്ന ഈ വിഷയത്തിൽ അവരുടെ മനുഷ്യത്വപരമായൊരു സമീപനമാണ് തദ്ദേശ സ്ഥാപനം സ്വീകരിക്കുന്നത്.